എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം തുടങ്ങാം. എല്ലാവർക്കും ഒരു നല്ല അയ്യപ്പ മണ്ഡല കാലം ആശംസിക്കുന്നു. ശബരിമല ദർശനം കൊണ്ട് വളരെ പുണ്യമായ ഈ ദിനങ്ങൾ നമുക്ക് വിഷ്ണു സഹസ്രനാമം കുറച്ച് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നോക്കാം. കാരണം സഹസ്രനാമങ്ങൾ എപ്പോഴും നമുക്ക് ഒരുപാട് മനോബലവും ധൈര്യവും ഒക്കെ കൊണ്ടു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വിഷ്ണു സഹസ്രനാമം വളരെ എളുപ്പം വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നാമങ്ങളുടെ അർത്ഥവും കൂടെ മനസ്സിലാക്കി നമ്മളത് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഗുണം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ശ്രമം നടത്തുന്നു. അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം അതിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ചും അതെങ്ങനെയാണ് ഉപദേശിച്ചത്, അതിൻ്റെ സന്ദർഭമൊക്കെ നമ്മൾ ഭാഗവതം ഞാൻ പാരായണം ചെയ്തപ്പോൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഭീഷ്മ പിതാമഹൻ ധർമ്മപുത്രർക്ക് ഉപദേശിക്കുന്നതാണ് ശരിക്കും വിഷ്ണു സഹസ്രനാമം. അപ്പം അതായത് കുരുക്ഷേത്ര യുദ്ധമാണ് അതിൻ്റെ സന്ദർഭം. അപ്പോൾ ആ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 10-ാം ദിവസം ഭീഷ്മർ നിലം പതിച്ചു. അപ്പോൾ ആ സമയം ഭീഷ്മർക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്, സ്വച്ഛന്ത മൃത്യു, ആഗ്രഹിക്കുമ്പോഴേ മരിക്കൂ. അപ്പോൾ അങ്ങനെ ആ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെയാണ് നമ്മൾ കുരുക്ഷേത്ര ഭൂമിയിൽ കാണുന്നത്. 58 ദിവസം ഭീഷ്മർ ആ കുരുക്ഷേത്ര ഭൂമിയിൽ ഉത്തരായണം പ്രതീക്ഷിച്ച് കിടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം വരുന്നവർ കിടന്നപ്പോൾ ആ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം ശരിക്കും അത്രയ്ക്കും ഭഗവാന്റെ ഒരു പ്രിയനായിട്ടുള്ള ഭീഷ്മർ ഭഗവാനെ പ്രതീക്ഷിച്ചാണ് ശരിക്കും കിടന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഒരു ഭഗവാൻ ധർമ്മപുത്രർ ഈ ഇത്രയും വലിയൊരു യുദ്ധത്തിന് ശേഷം മനസ്സിൽ ഒരു വിഷാദവും കുറ്റബോധവും ഒക്കെ ഉണ്ട്. ഒരുപാട് പേരെ കൊല്ലേണ്ടി വന്നു ഒക്കെ ഉള്ള ഒരു വിഷമം. അപ്പോൾ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടി ഭഗവാന് തന്നെ ശരിക്കും ധർമ്മപുത്രരെ ഉപദേശിച്ച് നല്ലതാക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഭീഷ്മരെ ഒന്ന് ഭഗവാനും കാണണമെന്നുണ്ട്. ഭീഷ്മർക്ക് ഭഗവാനെ കണ്ട് തൻ്റെ ശരീരവും മനസ്സും ഭഗവാനിൽ ലയിപ്പിക്കാനുള്ളൊരു അവസരവും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ധർമ്മപുത്രരെയും മറ്റ് പാണ്ഡവരെയും കൂടി എല്ലാവരെയും കൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പോകുന്നു. അപ്പോൾ ആ ധർമ്മോപദേശം ചെയ്യിക്കാൻ വേണ്ടി എന്ന ഭാവത്തിലാണ് ഭഗവാൻ ഒരു കപട നാട്യം പോലെയാണ് ഭീഷ്മരുടെ അടുത്ത് ധർമ്മപുത്രരെ എത്തിച്ചത്. എന്നാൽ അതിലൂടെ ഭീഷ്മരെ തന്നെ മുക്തിയിലേക്ക് നയിക്കുക എന്നുള്ള ഒരു വലിയ കാര്യം കൂടെ ഭഗവാൻ ചെയ്തു. കാരണം ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടായിരുന്നു ഭീഷ്മർക്ക്. ആ ഭീഷ്മർക്ക് ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷ ദർശനം നൽകി അനുഗ്രഹിക്കുക കൂടി ചെയ്താണ്. അതിനുശേഷം ഭീഷ്മർ ധർമ്മപുത്രർക്ക് നൽകുന്ന ഒരു ഉപദേശം എന്ന് പറയാം. കുറേ ചോദ്യങ്ങൾ ധർമ്മപുത്രർ ചോദിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ അവസാനം ആണ് വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, അതായത് നിവൃത്തി ലക്ഷണം എന്താണ്, അത് ഉപദേശിച്ചു തരുന്നത്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മുക്തി നമ്മൾ നേടുക. അപ്പോൾ ധർമ്മോപദേശം ശ്രവിച്ചു കഴിഞ്ഞ് യുധിഷ്ഠിരൻ്റെ ചോദ്യമാണ് ശരിക്കും വിഷ്ണു സഹസ്രനാമത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയാം. അപ്പോൾ എന്താണ് ആ ചോദ്യം?
കിമേകം ദേവതേ ലോകേ കിം വ്യാവേഗം പരായണ സ്തുവന്തക്കം കമർച്ചന്ത പ്രാപ്നുർവാനവാ ശുഭം എന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആ ധ്യാനത്തിൻ്റെ ആ ഭാഗത്ത് കാണാം. ഈ ഒരു ചോദ്യമാണ് വിഷ്ണു സഹസ്രനാമത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ സർവ്വലോകങ്ങളിലും മുഖ്യനായ ദേവൻ ആരാണ്, എല്ലാ ജീവികൾക്കും ആശ്രയമായിട്ടുള്ളത് എന്താണ്, അപ്പോൾ ആരുടെ ഗുണമഹാത്മ്യങ്ങളെ കീർത്തിച്ചാലാണ്, ഏത് ദേവനെ പൂജിച്ചാലാണ് മനുഷ്യന് മനുഷ്യരാശിക്ക് മനുഷ്യ സമൂഹത്തിന് നന്മയുണ്ടാവുക. ഇതായിരുന്നു ധർമ്മപുത്രരുടെ ചോദ്യം. അപ്പോൾ അതിന് പിന്നെ വീണ്ടും ചോദിക്കുന്നു, കോധർമ്മ സർവധർമാണാം ഭവതപരമോ മത കിം ജപൻ മുച്യതേ ജന്തു ജന്മസംസാര ബന്ധനാത്. വീണ്ടും ചോദിക്കുന്നു, സർവധർമ്മങ്ങളിലും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം ഏതാണ്, ഏതൊരു നാമം ജപിച്ചാലാണ് ജീവൻ ജന്മമരണ ചക്രങ്ങളിൽ നിന്ന് മുക്തനാവുക, ഈ സംസാര ബന്ധനങ്ങളിൽ നിന്ന് ഏത് നാമം ജപിച്ചാലാണ് മുക്തനാവുക, ഏത് ദേവനാണ് ശ്രേഷ്ഠനായിട്ടുള്ള ദേവൻ, ഏത് നാമമാണ് ശ്രേഷ്ഠം, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് ഭീഷ്മാചാര്യർ വിഷ്ണു സഹസ്രനാമത്തിലൂടെ മറുപടി പറഞ്ഞു കൊടുത്തത്. ആ ധർമ്മതത്വവും ഉപദേശിച്ചു. അപ്പോൾ പറയുന്നത് എല്ലാ ധർമ്മങ്ങളിലും വെച്ച് പരമമായ ധർമ്മം ഭഗവാനിൽ അനന്യ ഭക്തിയോടുകൂടിയുള്ള ആരാധനയാണെന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ജഗത് പ്രഭുവായ ദേവനായിട്ടുള്ള ആദ്യന്തരഹിതനായിട്ടുള്ള ഭഗവാൻ പുരുഷോത്തമനെ സഹസ്രനാമം കൊണ്ട് ജപിക്കുകയും വാഴ്ത്തുകയും സ്തുതിക്കുകയും പൂജിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംസാര ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനത്തിനുള്ള മാർഗം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഭഗവാൻ ധർമ്മപുത്രർക്ക് ഈ സഹസ്രനാമം ഉപദേശിച്ചത്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ആരാണോ നിഷ്ഠയോടും ഏകാഗ്രതയോടുകൂടി നിത്യവും ജപിക്കുന്നത് അവൻ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചിതനാകും എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നു. വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുന്നു. അപ്പോൾ നമ്മളും ഇപ്പോൾ നമ്മൾ ഏതൊരാളോടും ചോദിച്ചാൽ ജീവിതം ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ ഈ ബുദ്ധിമുട്ട് നിറഞ്ഞ ഈ ഒരു ജീവിതത്തിൽ ജീവിതത്തിനെ ഒരു നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയും. അത് നമ്മളുടെ ആ ഒരു ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു എന്താ പറയുക നിഷ്ഠ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തെ കൊണ്ടുപോകുന്നത് അതിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസം, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ സാധന അനുഷ്ഠാനം, സ്വാധ്യായങ്ങൾ, നാമജപങ്ങൾ, ഇതെല്ലാം നമ്മളെ ഒരു നല്ല ഒരു ജീവിതക്രമത്തിലേക്ക് നയിക്കുകയും നമ്മൾ ഗ്രാജുവലി നമ്മൾ ആ മോക്ഷം, മുക്തി എന്നൊക്കെ പറഞ്ഞാൽ ദുഃഖം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതാണ് മോക്ഷം, മുക്തി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കും എന്നെ ഈ വീഡിയോ കാണുന്നവരും അല്ലാത്തവർക്കും എനിക്കും പറയാനുള്ളത്, ഈ നാമജപങ്ങൾ ഒരു ശീലമാക്കുക. എത്ര നമുക്ക് 24 മണിക്കൂർ തന്ന ഭഗവാന് ഒരു 10-20 മിനിറ്റ് ഭഗവാനെ ഓർക്കാൻ ഒരു ദിവസം ഉപയോഗിക്കുക. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് കുറച്ച് നേരം ജപിക്കാൻ നമ്മൾ ഒരു പരിശീലനം നേടുക. ഗ്രാജുവലി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ കഴിയട്ടെ. ഒരുപാട് അതിൻ്റെ ഫലശ്രുതികളൊക്കെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ആയുരാരോഗ്യ സൗഖ്യം, ഐശ്വര്യം, സമൃദ്ധി, പിന്നെ നമുക്ക് ഒരു പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം, മനോബലം, മനോധൈര്യം, കോൺഫിഡൻസ്, പിന്നെ ആത്മവിശ്വാസം, ഇതെല്ലാം കൂടാനും ഒക്കെ സഹായിക്കുന്നു. നമ്മളെന്താണോ ആവേണ്ടത് ഭഗവാൻ അത് നമ്മളിലേക്ക് എത്തിച്ചു തരും. അതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ നമുക്ക് കുറച്ച് നാമങ്ങൾ, ഇനി 1000 നാമങ്ങളുണ്ടല്ലോ, ഞാൻ അതിൻ്റെ അർത്ഥമൊന്ന് നോക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നോക്കാം. നാമം 1, വിശ്വം വിഷ്ണുർവഷത്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന, അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ വിശ്വം എന്ന് പറഞ്ഞാൽ ജഗത്ത്, ഈ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം, അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സകല ഭൂതങ്ങളും ഉത്ഭവിച്ച് നിലനിന്ന് മറഞ്ഞു പോകുന്നത് ഈ ബ്രഹ്മത്തിലേക്കാണ് എല്ലാം പോകുന്നത്. അപ്പോൾ അതാണ് ഭഗവാൻ. ശരിക്കും ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ, ഈ വിശ്വം തന്നെയാണ് ഭഗവാൻ. പിന്നെ ഇനി രണ്ടാമത്തെ നാമം വിഷ്ണു. അപ്പോൾ ഒന്നാം നാമത്തിൽ പറഞ്ഞു
വിശ്വം എന്ന് പറയുന്നു. അപ്പോൾ ആ വിശ്വം എന്ന് പറഞ്ഞ ജഗത്ത് തന്നെയാണ്. ആ വിശ്വത്തിൽ സർവത്ര വ്യാപിച്ചതാണ് വിഷ്ണു. ഇപ്പോൾ വ്യാപ്നോതി ഇതി വിഷ്ണു എന്ന് പറയും. അപ്പോൾ സർവത്ര വ്യാപിച്ച് നിൽക്കുന്ന വിഷ്ണു, വ്യാപ്നോതി ഇതി വിഷ്ണു, സർവത്ര വ്യാപിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ലോകത്തിൽ യാതൊന്ന് കാണപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്നുവോ അവയുടെ എല്ലാം അകത്തും പുറത്തും നിറഞ്ഞ് ശ്രീനാരായണൻ സ്ഥിതി ചെയ്യുന്നു. അതാണ് വിഷ്ണു. ഇനി മൂന്നാമത്തെ വഷഡ്കാര. അപ്പോൾ വഷഡ്കാര എന്ന് പറഞ്ഞാൽ ഏതൊന്നിനെ ഉദ്ദേശിച്ചാണോ യജ്ഞത്തിൽ ഹോമം, വഷഡ് എന്ന് പറയുമ്പോൾ ഹോമം ചെയ്യപ്പെടുന്നത്, അതിനെയാണ് വഷഡ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഹോമത്തിന് ആധാരമായ ദേവത, അതാണ് യജ്ഞോ വൈ വിഷ്ണു എന്ന് പറയും. അതാണ് ഹോമത്തിന് ആധാരമായ ദേവത എന്നാണ് വഷഡ് അല്ലെങ്കിൽ വഷഡ്കാര എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ വിശ്വം വിഷ്ണുർ വഷഡ്കാര. ഇനി അടുത്ത നാമം ഭൂതഭവ്യ ഭവത് പ്രഭു. ഭൂതം ഭാവി ഭവത്ത്, അതായത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയില്ലേ, ഇതിൻ്റെയൊക്കെ പ്രഭുവാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഞാൻ ചെയ്യുന്നതൊന്നും അറിയില്ല, അതുകൊണ്ട് അവസാനം എന്താ പറയുക, നമ്മൾ ക്ഷമാപണമൊക്കെ നടത്തിയത് കൊണ്ട് അതൊന്നും തീരുന്നില്ല. അതാണ് ഭൂതം ഭാവി വർത്തമാനം, ഇതിൻ്റെയൊക്കെ പ്രഭുവായ ഭഗവാൻ കാലത്രയത്തെ ആശ്രയിക്കുന്നില്ല. ഭഗവാന് ഈ 3 കാലത്തിലും യാതൊരു ആശ്രയവുമില്ല. എന്നാൽ എല്ലാത്തിൻ്റെയും പ്രഭുവാണ്. എന്നിട്ട് അതൊരു സത്തയാണ്. ഭഗവാൻ എന്ന് പറയുന്ന ഒരു സത്തയാണ്. സത്ത മാത്രമായിട്ട് ഐശ്വര്യത്തോടുകൂടി ഭഗവാൻ നിലകൊള്ളുന്നു. അതാണ് ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിന്നൊന്ന് തുടക്കം ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാമങ്ങൾ പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം വിശ്വം വിഷ്ണുർവഷഡ്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു. ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാംഗതി. അവ്യയപുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച. യോഗോ യോഗവിദം നേത പ്രധാനപുരുഷേശ്വര. നാരസിംഹ ശ്രീമാൻ കേശവ പുരുഷോത്തമ. ഓം തത്സത്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് നാമങ്ങൾ ഇതുപോലെ അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, നാമം ജപിക്കാൻ നോക്കുക. അർത്ഥം അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. എന്നാലും ഒരു ചെറിയ ശ്രമം നടത്തുക. എന്നാൽ ജപിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഏതും അങ്ങനെയാണ്. ഭാഗവതമാണെങ്കിലും വായിക്കുന്നതാണ് പ്രധാനം. ഗീതയാണെങ്കിലും അത് സ്വാധ്യായമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വായിക്കുക, പാരായണം ചെയ്യുക, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. പിന്നെ ഗ്രാജുവലി അത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു നല്ല അയ്യപ്പ മണ്ഡലകാലത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ അയ്യപ്പ ഭഗവാന്റെ ആ ഒരു ചൈതന്യവും ഒക്കെ ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലത്ത് സ്വാമി ശരണം അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ഇത്രയും ഭാഗം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.